പ്രിയമുള്ളവരെ, പ്രവാചകന്മാരെക്കുറിച്ചാണല്ലോ നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട 4 മേജർ പ്രോഫറ്റ്സ് യെശയ്യാവ്, ജെറമിയ, യെഹെസ്കേൽ, ദാനിയേൽ. നമ്മളിന്ന് യെശയ്യാവിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകൻ, അദ്ദേഹം മനശ്ശെ രാജാവിൻ്റെ കൽപ്പനയാൽ BC 680 ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, രക്തസാക്ഷിയായി. അപ്പോൾ ഒരു യഹൂദ രാജാവാണ് മനശ്ശെ. അദ്ദേഹത്തിൻ്റെ കാലത്ത് യെശയ്യാ പ്രവാചകനെ ഈർച്ചവാൾ കൊണ്ട് അറുത്തിട്ടാണ് കൊല്ലുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 37-ാം വാക്യം നിങ്ങൾ നോക്കിയത് കാണാം. ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ 66 ആ പുസ്തകത്തിൽ അധ്യായം 66. ഈ അധ്യായങ്ങളിൽ 1 മുതൽ 39 വരെ ഒരു ഭാഗവും 40 മുതൽ 66 വരെ മറ്റൊരു ഭാഗവുമായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഈ യെശയ്യാ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു, ജഹോവ സേവ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ യെശയ്യാവ് പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങൾ, വളരെയധികം കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ വരാനിരിക്കുന്നതായ, അതായത് തൻ്റെ കാലശേഷം 800 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ വരാനിരിക്കുന്നതായ യേശുവിനെ അല്ലെങ്കിൽ മശിഹായെക്കുറിച്ച് അദ്ദേഹം മുൻകൂട്ടി പ്രവചിക്കുകയുണ്ടായി. ആ പ്രവചനം നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പായി എന്താണ് ഈ പ്രവചനം അല്ലെങ്കിൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് പ്രവാചകൻ, പ്രോഫറ്റ്സ് അല്ലെങ്കിൽ പ്രോഫസി എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രവാചകൻ, പ്രവചിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവം മനസ്സിൽ നിന്ന് ദൈവാത്മാവിനാൽ സമൃദ്ധിയായി വാക്കുകൾ നൽകുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവ മനസ്സിൽ നിന്ന് ദൈവാത്മാവിനാൽ സമൃദ്ധിയായി വാക്കുകൾ നൽകുക എന്നാണ് ഈ പറയുന്ന പ്രവചനം എന്നതിൻ്റെ അർത്ഥം. ഈ പ്രവാചകൻ എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ നബി എന്നാണ് പറയുന്നത്. വേറൊരുവിന് വേണ്ടി സംസാരിക്കുന്നവൻ ആരോ അവനാണ് പ്രോഫറ്റ്സ്. അപ്പോൾ വേറൊരുവിന് വേണ്ടി സംസാരിക്കുന്നവൻ പ്രോഫറ്റീസ്, അതാണ് ഗ്രീക്ക് പദം പ്രോഫറ്റീസ്. അവർ ദൈവത്തിൽ നിന്ന് കേട്ടതും കണ്ടതും പ്രാപിച്ചതും ദൈവജനത്തോട് ദൈവത്തിന് വേണ്ടി സംസാരിച്ചതുമായ കാര്യങ്ങളാണ് പ്രോഫസി അല്ലെങ്കിൽ പ്രവചനം. ഇനി ദൈവപുരുഷൻ എന്നാണ് മറ്റൊരു പേര് പ്രവാചകന്മാർക്കുള്ളത്. വേറൊന്ന് യഹോവയുടെ ദാസൻ എന്നൊരു പേര് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവപുരുഷൻ എന്ന് പറയുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഒരു പ്രവാചകനെ അവർ പറയുന്നത് ദൈവപുരുഷൻ എന്നാണ്. അതുതന്നെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് യഹോവയുടെ ദാസൻ എന്നാണ് കാണുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 61-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ ആത്മമനുഷ്യൻ, സ്പിരിച്വൽ മാൻ എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ യെശയ്യാവിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ കാവൽക്കാരൻ, ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ഇവിടെ നമുക്ക് ഒരു വാച്ച്മാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ടാണ് ഇവിടെ ഒരു പ്രവാചകനെ കാണുന്നത്. പിന്നെ ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നുണ്ട്.
യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ 37-ാം അധ്യായം 1-4 വാക്യത്തിൽ നാം നോക്കുകയാണെങ്കിൽ, ദൈവാത്മാവിനാലും ദൈവവചനത്താലും ആവേശിതനായി ആധിപത്യം ഉറപ്പാക്കപ്പെട്ട ഒരുവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആമോസ് 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അതാണ്. അപ്പോൾ യഹോവ ഈ ലോകത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തൻ്റെ പ്രവാചകന്മാർക്ക് അറിയിക്കുന്നു. അങ്ങനെ അറിയിക്കാതെ ഒരു കാര്യവും ദൈവം ഈ ലോകത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രവചനം, പ്രവാചകൻ എന്നുള്ള അർത്ഥം. അപ്പോൾ എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് മുൻകൂട്ടി? കർത്താവ് ജനിക്കുന്നതിന് 800 വർഷം മുൻപ് തന്നെ അങ്ങനെ പ്രവചിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബൈബിൾ പ്രവാചകന്മാരുടെ പുസ്തകം നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിലൊന്ന് യെശയ്യാ പ്രവചനം പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 14-ാം വാക്യം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. ഗോഡ് ഈസ് വിത്ത് അസ്, ഗോഡ് ബി വിത്ത് അസ്. അപ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഒരർത്ഥമാണ് ഈ ഇമ്മാനുവേൽ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര്. അപ്പോൾ അതാരെന്ന് നമുക്കറിയില്ലേ? അതാണ് യേശു. പിന്നെ 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അധിക സമയവും അവൻ ഗലീലയിൽ ശുശ്രൂഷിക്കും, അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇത് യേശു ജനിക്കുന്നതിനും 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ യേശുവിനെക്കുറിച്ച് പ്രവചിച്ചതായ ആ പ്രവചനമാണ് ഞാനിവിടെ വായിക്കുന്നത്. അപ്പോൾ അധിക സമയവും അവൻ ഗലീലയിൽ ശുശ്രൂഷിക്കും. അറിയില്ലേ? യേശു എല്ലാ സമയവും ഗലീല കടലും അതിൻ്റെ ഇരു കരകളിലുമാണ് യേശു എല്ലാ സമയവും നമ്മൾക്ക് ഉള്ളതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ ഒലിവ് മല ഇതൊക്കെ അടുത്തടുത്താണല്ലോ. അങ്ങനെ പിന്നെ 9-ാം അധ്യായം 2-ന്റെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ട് അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. അപ്പോൾ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഇത് യേശുക്രിസ്തു ജനനത്തെക്കുറിച്ച് പറയുന്നതാണ്. യഹൂദന്മാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടുള്ളതായ ആ ഭാഗമൊക്കെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായ സാരാംശം. മറ്റൊന്ന് 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞത്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ യേശു ആരാണ് എന്ന് വളരെ വ്യക്തമായി 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ യെശയ്യാ പ്രവചനം നമ്മളോട് അറിയിക്കുകയാണ്. എന്ത്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. ഇതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്, ഒരു പ്രവചനം. അതാണ് ഇവിടെ നാം കാണുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് 28-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലും ആയി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. അപ്പോൾ സിയോൻ
സിയോൻ നമുക്കറിയാം, ജെറുസലേം, ഇസ്രായേൽ. ആ രാജ്യത്ത് ഒരു മൂലക്കല്ലായി ഒരു അടിസ്ഥാന സ്ഥാപന കല്ല് ഇട്ടിരിക്കുന്നു. അത് യേശുവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് യെശയ്യാപ്രവചനം 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരു ഇടയനെപ്പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷ പ്രവർത്തനത്തെക്കുറിച്ച് യെശയ്യാപ്രവചനം മുൻകൂട്ടി വർണ്ണിച്ചിട്ടുള്ള ഭാഗമാണത്. ഒരു ഇടയനെപ്പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. അടുത്തെന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് 42-ാം അധ്യായം 1-ാം വാക്യത്തിൽ: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ഇതും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ ഭാഗമായിട്ട് ഉള്ളതായ പ്രവചനമാണ്. പിന്നെ യെശയ്യാപ്രവചനം 42-ാം അധ്യായം 6-7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് വിടുവിക്കുവാനും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിക്കുവാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. ഇതും യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, കാരണം അവൻ കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ബധിരർക്ക് കേൾവി നൽകിയതും എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതാണ് മുൻകൂട്ടി ഈ പ്രവചനത്തിൽ യെശയ്യാവ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അടുത്തായിട്ട് നാം കാണുന്നത് മശീഹ. 48-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. എന്താണത്? ഞാൻ ആദ്യം മുതൽ ദൈവത്തോട് കൂടെ ഉള്ളവനാണ്. അവൻ എന്നെ എന്തു ചെയ്യുന്നു? ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നാണ് ഈ വചനത്താൽ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് 50-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് അത് അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചാണ് പറയുന്നത്. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എൻ്റെ മുഖം, എൻ്റെ കവിളും, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ചാട്ടവാറുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പുറം അടിച്ചു പൊളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രക്തം വാർന്നൊഴുകുന്ന ശരീരമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുക് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഒരു തരത്തിലായി എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല. അതുപോലെ രോമം പറിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അത്രത്തോളം യേശുവിനെ പീഡിപ്പിച്ചതായൊരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. പിന്നെ എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ താടി പിടിച്ച് വലിക്കുക, ഇതൊക്കെയാണ് ഈ രോമം പറിക്കുന്നവർക്ക് എന്ന് പറഞ്ഞത്. അതുപോലെ എൻ്റെ മുഖത്ത് തുപ്പുക, അത് ചെയ്തിട്ടുണ്ട്. മത്തായി സുവിശേഷം നിങ്ങൾ നോക്കിയാൽ കാണാം, യേശുവിൻ്റെ മുഖത്ത് ചില യഹൂദന്മാർ മുഖത്ത് തുപ്പുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. അടുത്തതെന്താണ്?
അടുത്ത ഇവിടെ പറയുന്നത് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും. കണ്ടോ, നമ്മുടെ പാപങ്ങൾ മൂലമാണ് അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. എന്തിനു വന്നു എന്നുള്ളത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. നിങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ചിരിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, നമ്മളെ പാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ ഈ ലോകത്തിൽ വന്നു. നമുക്ക് വേണ്ടി ഈ ശിക്ഷകൾ അനുഭവിച്ചു. ആ അനുഭവത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നാം കണ്ടത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്നുകൂടെ നോക്കാം. യെസ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം അറിയിക്കാൻ വന്നത്? എളിയവരോട് സദ്വർത്തമാനം. അതാണ് താഴ്മയുള്ളവരോട്, എളിയവരോട്, അവരോട് ഈ വർത്തമാനം ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുവാനായിട്ടാണ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്നാണ് ഇതിൽ പറയുന്നത്. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും ദുഃഖിതന്മാരെ ആശ്വസിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യേശുക്രിസ്തു ഇതൊക്കെ തന്നെയല്ലേ ചെയ്തത്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ രോഗിയായി കിടന്നവരെ സൗഖ്യമാക്കുന്ന നമുക്കറിയാം. ഇങ്ങനെ മാനസികവും ശാരീരികമായി വിഷമതകളും പ്രയാസവും അനുഭവിക്കുന്നവർക്ക് വേണ്ടതായ ആശ്വാസവും താങ്ങും തണലുമായി യേശു ക്രിസ്തു ആ കാലത്ത് പ്രവർത്തിച്ചു. അതാണ് ഇവിടെ മുൻകൂട്ടി 800 വർഷം മുമ്പ് യെശയ്യാ പ്രവചനം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യേശുവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് നമ്മൾ നാളെ ജെറമായയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നന്ദി.